Next question. Expense incurred for sales of a firm is. എക്സ്പെൻസ് ഇൻകേർഡ് ഫോർ സെയിലുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് അതെവിടെ വരുന്നു? വർക്ക്സ് ഓവർഹെഡ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്, മെറ്റീരിയൽ ഓവർഹെഡ്. അപ്പോൾ ഏതിലായിരിക്കും സെയിലുമായി ബന്ധപ്പെട്ടത് വന്നത്? സെയിലുമായി ബന്ധപ്പെട്ടത് വന്നത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആണ്. ഇത് കോസ്റ്റ് ഷീറ്റിൻ്റെ പോർഷനാണ്. അപ്പോൾ കോസ്റ്റ് ഷീറ്റിൽ എങ്ങനെയൊക്കെയാണ് ഐറ്റംസ് വരണതെന്ന് നമുക്കൊന്ന് നോക്കാം. കോസ്റ്റ് ഷീറ്റിൽ ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത് പ്രൈം കോസ്റ്റാണ്. അപ്പോൾ പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഡയറക്റ്റ് മെറ്റീരിയൽ വേണം. ചില ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് മെറ്റീരിയൽ നേരിട്ട് തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയൽ കണ്ടുപിടിക്കണത് എങ്ങനെയാണ്? നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ക്യാരേജ് ഓൺ പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടും. ഇതാണ് നമ്മളുടെ ഡയറക്റ്റ് മെറ്റീരിയൽ. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ നേരിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയൽ എടുക്കാം. ഇതുപോലെ ഐറ്റംസ് ആണ് തരണമെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കണേ? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ പ്ലസ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ പ്ലസ് ക്യാരേജ് ഓൺ പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടും. അപ്പോൾ പ്രൈം കോസ്റ്റ് കിട്ടാൻ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യണം? ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഇത് മൂന്നും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടും. പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വർക്ക്സ് കോസ്റ്റ് കിട്ടും. കൂടാതെ ഏതെങ്കിലും പ്രോബ്ലങ്ങളിൽ വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട് എങ്കിൽ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യണം, ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ലെസ് ചെയ്യണം. എന്നിട്ട് കിട്ടുന്ന ഉത്തരമാണ് എന്ത്? വർക്ക്സ് കോസ്റ്റ്. അപ്പോൾ പ്രൈം കോസ്റ്റിൻ്റെ ഒപ്പം ഫാക്ടറി ഓവർഹെഡും ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ്സും ആഡ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ലെസ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് വർക്ക്സ് കോസ്റ്റ്. അപ്പോൾ നമുക്ക് വർക്ക്സ് കോസ്റ്റ് കിട്ടിയായിരുന്നു. വർക്ക്സ് കോസ്റ്റിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ആഡ് ചെയ്യണം? അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സ്റ്റോക്ക് തന്നിട്ടുണ്ട് എങ്കിൽ അത് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഒപ്പം ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്യണം, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഒപ്പം സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആഡ് ചെയ്യണം. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഫാക്ടറി ഓവർഹെഡ്. ഇപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചത് സെയിൽ എക്സ്പെൻസ് ഇതിനകത്ത് ഏതിൽ വരുന്നല്ലേ? അതേപോലെ ഓരോ ഓവർഹെഡുകളിലും വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫാക്ടറി ഓവർഹെഡിൽ വരുന്ന എക്സ്പെൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫാക്ടറി റെൻറ്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ്, മോട്ടീവ് പവർ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഫാക്ടറി ലൈറ്റിംഗ്, ഡിപ്രീസിയേഷൻ ആൻഡ് റിപ്പയേഴ്സ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി. കാരണം പ്ലാന്റ് മെഷീനറി ഒക്കെ യൂസ് ചെയ്യുന്നത് ഫാക്ടറിയിലാണ്. ബാക്കിയുള്ള ഡിപ്രീസിയേഷനൊക്കെ എവിടെ വരും? ഓഫീസിൽ വരും. അപ്പോൾ ഡിപ്രീസിയേഷൻ ആൻഡ് റിപ്പയേഴ്സ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി, ഓയിൽ ആൻഡ് വാട്ടർ, ഡ്രോയിങ് ഓഫീസ് സാലറീസ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, എക്സ്പെരിമെൻ്റൽ എക്സ്പെൻസ്, കൺസ്യൂമബിൾ സ്റ്റോഴ്സ്, വേജസ് ഓഫ് ഫോർമാൻ. വേജസ് എവിടെ വരും? സാലറി പക്ഷേ ഓഫീസിൽ വരും. എസ്റ്റിമേറ്റിംഗ് എക്സ്പെൻസ്, ഫാക്ടറി മാനേജേഴ്സ് സാലറി, അതർ ഫാക്ടറി എക്സ്പെൻസ്. ഇത്രയൊക്കെയാണ് ഫാക്ടറി ഓവർഹെഡുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസ്. നെക്സ്റ്റ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡിൽ എന്തൊക്കെ വരും നോക്കാം. ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡിൽ വരുന്ന എക്സ്പെൻസ്. ഓഫീസ് റെൻറ്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ്. ഫാക്ടറി റെൻറ്റ്, റേറ്റ് ആൻഡ് ടാക്സസ് നമ്മൾ ഓൾറെഡി എവിടെ പറഞ്ഞു? ഫാക്ടറി എക്സ്പെൻസിൽ പറഞ്ഞു. ഓഫീസ് റെൻറ്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡിൽ വരും. പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, പോസ്റ്റേജ്, ഓഫീസ് ലൈറ്റിംഗ്, ഇൻഷുറൻസ്, കൗണ്ടിങ് ഹൗസ് സാലറി, ഡയറക്ടേഴ്സ് ഫീ, ഓഡിറ്റ് ഫീ, ലീഗൽ ഫീ, ഡിപ്രീസിയേഷൻ ആൻഡ് റിപ്പയേഴ്സ് ഓൺ ഫർണിച്ചർ ആൻഡ് ഓഫീസ് ബിൽഡിംഗ്, ഓഫീസ് മാനേജേഴ്സ് സാലറി, ജനറൽ എക്സ്പെൻസ്, സ്റ്റാഫ് സാലറി, ബാങ്ക് ചാർജ്, ഗ്യാസ് ആൻഡ് വാട്ടർ ഫോർ ഓഫീസ്, സൺട്രി ഓഫീസ് എക്സ്പെൻസ്. ഇത്രയൊക്കെയാണ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡിൽ വരുന്ന ഐറ്റംസ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിൽ എന്തൊക്കെ വരും നോക്കാം. അഡ്വർടൈസ്മെൻറ്റ്, കമ്മീഷൻ അലൗഡ്, ഡിസ്കൗണ്ട്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പെൻസ്, സെയിൽസ് പ്രൊമോഷൻ എക്സ്പെൻസ്, ക്യാരേജ് ഔട്ട്വേർഡ്സ്, ബാഡ് ഡെപ്റ്റ്, എക്സ്പെൻസ് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ആൻ എക്സിബിഷൻ, ഷോറൂം എക്സ്പെൻസ്, ബ്രാഞ്ച് ഓഫീസ് എക്സ്പെൻസ്,
മാർക്കറ്റ് റിസർച്ച് എക്സ്പെൻസ്, ഡെലിവറി വാൻ എക്സ്പെൻസ്, വെയർ ഹൗസ് എക്സ്പെൻസ്, സാലറി ടു സെയിൽസ് പേഴ്സണൽ, അതർ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്. ഇത്രയാണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന ചിലവുകൾ.